മലയാള സിനിമയിൽ പുതിയ വിവാദം. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെ തല്ലിക്കൊല്ലുമെന്ന് വാട്സപ്പ് ഓഡിയോ. ഫെഫ്ക വാട്സപ്പ് ഗ്രൂപ്പിലിട്ട ഓഡിയോ സന്ദേശങ്ങൾ ഞെട്ടിക്കുന്നത്. പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് സാന്ദ്ര തോമസ്. സിനിമാ മേഖലയിൽ വിവാദങ്ങൾക്ക് പഞ്ഞമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ കേസുകളെല്ലാം പരാതി നൽകാൻ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് അന്വേഷണ സംഘം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് വിവാദമായിരുന്നു. പാർവതി തിരുവോത്ത് മുഖ്യമന്ത്രിയെ മെൻഷൻ ചെയ്ത് വിമർശനം ഉന്നയിച്ചതും അതിനു മറുപടിയുമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും നടി മാല പാർവതിയും സംവിധായിക വിധു വിൻസെന്റും രംഗത്ത് വന്നതും സിനിമാ മേഖലയെ വീണ്ടും കലുഷിതമാക്കിയിരുന്നു. ഇപ്പോഴിതാ നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ ഉയർന്ന വധഭീഷണി മോളിവുഡിനെ പിടിച്ചുകുലുക്കുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് സാന്ദ്രയെ തല്ലിക്കൊന്ന് കാട്ടിലെറിയുമെന്ന ഭീഷണി ഓഡിയോ സന്ദേശം എത്തിയത്. പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫാണ് ഭീഷണി സന്ദേശം മുഴക്കിയത്. സാന്ദ്രയെ ഭീഷണിപ്പെടുത്തിയെന്ന് റെനി പറയുന്ന ഫെഫ്ക വാട്സപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശം പുറത്തു വന്നു. സംഭവത്തിൽ സാന്ദ്ര തോമസ് പരാതി നൽകി. അതേസമയം പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും സാന്ദ്ര ആരോപിച്ചു. സാന്ദ്ര തോമസിന്റെ കുടുംബത്തെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഓഡിയോയാണ് പുറത്തു വന്നത്. നിന്റെ അപ്പനുണ്ടല്ലോ തോമസ്, ഈ തോമസിന്റെ മകളല്ലേ ഈ സാന്ദ്ര, കൂടുതൽ വിളഞ്ഞാൽ തല്ലിക്കൊന്ന് കാട്ടിൽ കളയും. പ്രൊഡക്ഷൻ കൺട്രോളർമാർ സിനിമയിൽ വേണ്ടെന്ന് പറയാൻ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവളുടെ മിണ്ടാട്ടം മുട്ടി. ഇങ്ങനെയാണ് ഭീഷണി സന്ദേശം. റെനിക്ക് പുറമെ മുകേഷ് തൃപ്പുണിത്തുറ എന്ന പ്രൊഡക്ഷൻ കൺട്രോളറും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഭീഷണി സന്ദേശം ഇങ്ങനെയാണ്: ഞാൻ സാന്ദ്ര തോമസിനെ വിളിച്ചു. സാന്ദ്ര, നീ കൂടുതൽ വിളയേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ നീ ഒരു പെണ്ണല്ലേ എന്നും നീ കൂടുതൽ വിളഞ്ഞാൽ തല്ലിക്കൊന്ന് കാട്ടിൽ കളയുമെന്ന് ഞാൻ പറഞ്ഞു. പ്രൊഡക്ഷൻ കൺട്രോളർമാർ സിനിമയിൽ വേണ്ടെന്ന് പറയാൻ നീ ആരാടി എന്ന് ചോദിച്ചപ്പോൾ അവളുടെ മിണ്ടാട്ടം മുട്ടി. നിന്റെ അപ്പൻ തോമസിനെ എടുക്കുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഞങ്ങൾ കൊടുത്ത ഔദാര്യമാണ് സാന്ദ്ര തോമസ്. ഇവൾ വേദനിക്കണം. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ അപ്പനെ എടുത്ത് തല്ലിക്കൊന്ന് ജയിലിലേക്ക് പോകും. ആരാ ഇവൾ? സാന്ദ്ര തോമസിന്റെ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കും. എഴുതി ഒപ്പിട്ട് വെച്ചോ. ഇത്രയേ പറയാനുള്ളൂ എന്നാണ് റെനി ജോസഫ് പറയുന്നത്. ഇവള് 2-3 സിനിമ ചെയ്ത് മൂലയ്ക്ക് കൂടി ഇരിക്കുന്നതല്ലേ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ബാൻ ചെയ്തപ്പോൾ അവരുടെ മാനസിക നില തെറ്റി. അപ്പോൾ പിന്നെ വേറെ എവിടെയെങ്കിലും കയറണമല്ലോ. അതിനാണ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തത്. നമ്മൾ തീരുമാനിക്കുക. സാന്ദ്ര തോമസ് എന്ന് പറയുന്ന സ്ത്രീ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ല. അവരുടെ പടം നമ്മൾ ആരും ചെയ്യേണ്ട. ഫെഫ്ക തീരുമാനമെടുക്കുക. ഒരു യൂണിയനിൽ പെട്ടയാളും വർക്ക് ചെയ്യരുത്. അതാണ് വേണ്ടത്. അവർ എവിടെയാണെന്ന് വെച്ചാൽ കിടന്നു കുരയ്ക്കട്ടെ എന്നാണ് മുകേഷ് തൃപ്പുണിത്തുറയുടെ ഓഡിയോ സന്ദേശം. ഓഡിയോ സന്ദേശം അയച്ചവർക്ക് സിനിമയിൽ സ്വാധീനമുള്ളവരുടെ പിന്തുണയുണ്ടെന്ന് സാന്ദ്ര തോമസ് ആരോപിച്ചു. 2 മാസമായി പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടില്ല. വേദനാജനകമാണ് ഇതെല്ലാം. തന്റെ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നുമാണ് സാന്ദ്ര പ്രതികരിച്ചത്. സാന്ദ്ര തോമസിനെതിരെ നിയമ നടപടിയുമായി ഫെഫ്ക നേരത്തെ രംഗത്ത് വന്നിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫെഫ്ക നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് മാനനഷ്ടത്തിന് കേസെടുക്കാൻ ആവശ്യപ്പെട്ട് എറണാകുളം സബ് കോടതിയിൽ പരാതി നൽകിയത്. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ അടച്ചാക്ഷേപിച്ച് സംസാരിച്ചുവെന്നാണ് പരാതി. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പറഞ്ഞതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിരുന്നു.